ഹലോ ഹായ് അസ്സാം വലൈക്കും. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എന്തുണ്ടാക്കുന്ന പറഞ്ഞാൽ പുട്ടുണ്ടാക്കുന്ന റവേൻ്റെ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമ്മൾ നോക്കാം. അതിന് വേണ്ടി ഞാൻ 1 kg റവ എടുത്തിന്. അതിനെ 3 പ്രാവശ്യമാക്കിയിട്ട് വറുത്തിട്ടെടുക്കണം. ഇതേമാതിരി അതിനെ ചൂടാറാൻ വേണ്ടി ഒരു പ്ലേറ്റിൽ വലിയ ബൗളിലാൻ ഇട്ടിട്ട് വെക്കണം ഇതേമാതിരി. പിന്നെ ഞാൻ ബൗളെടുത്തിന് ചെറിയ അതിലേക്ക് ഉപ്പിടണം. ഉപ്പിട്ടിട്ട് മിക്സ് ആക്കിയിട്ടില്ലേ റവൻ്റെ ചൂട് മാറിയ പിന്നെ വെള്ളം വീത്തിയിട്ട് മിക്സ് ആക്കിയിട്ട് കൊടുക്കണം ഇതേമാതിരി. എന്നാൽ കൂടുതലാകാൻ പാടില്ല, വെള്ളം നല്ല കണക്കിൻ്റെ ഒഴിച്ചിട്ട് കൊടുത്തിട്ടില്ലേ ഇതേമാതിരി. ഇതേമാതിരി ആകുമ്പോൾ ഇല്ലേ എടുത്തിട്ട് നോക്കാമല്ലോ. വെള്ളം കൂടുതലാവാൻ പാടില്ല. ഒരു 10 മിനിറ്റ് ഇല്ലേ വെള്ളം ഒന്ന് കുടഞ്ഞിട്ട് വെക്കണം ഒരു സൈഡിൽ. പിന്നെ ഇതേമാതിരി 4 ലെയറാക്കിയിട്ട് കുറച്ച് ഇടണം. പിന്നെ അതിൻ്റെ മുളക്കില്ലേ തേങ്ങ ഞാൻ ചരണ്ടിയിട്ട് വെച്ചിനാൻ ഇതേമാതിരി തേങ്ങ ഇടണം. പിന്നെ 2 പൊടി ഇടണം കയ്യിൽ. പിന്നെ തേങ്ങ ഇടണം. 4-5 ലെയറാക്കിയിട്ടില്ലേ ചുട്ടെടുക്കണം. പിന്നെ ഇതേമാതിരി അമർത്തിരി കുത്തിരി കൊടുക്കാൻ പാടില്ല. മുകളിൽ ഇതേമാതിരി 2 പൊടി ഇടണം. ഒരു പൊടി തേങ്ങ ഇടണം. ഇട്ടിട്ട് നെത്തിരി കൊടുക്കണം. എൻ്റെ 2 കുറ്റീൻ്റെത് അങ്ങനെ 2 കുറ്റിയിൽ പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് എടുക്കാൻ പറ്റിയത് ഇതേമാതിരി. അതിൽ തുള കാണുന്നില്ലേ അതിലില്ലേ ആവി പറഞ്ഞു. ആവി വരോളം ഇങ്ങനെ ഗ്യാസിൽ വെക്കണം. അന്നെങ്കിൽ ഞമ്മക്കറി വെന്ത് കിട്ടീനേന്ന് നോക്കി. ഇതേമാതിരി ഈ ആവി വരുന്ന കാണുന്നില്ല. അപ്പം നമ്മൾ എടുക്കണം. ആവി വരുമ്പോൾ തന്നെ പെട്ടെന്ന് എടുക്കാൻ പാടില്ല. ഒരു 5 മിനിറ്റ് വെക്കണം. നോക്കി ഇപ്പം നല്ല വെന്ത് കിട്ടീനത്. മുകളിൽ പുക വരുന്നത്. പിന്നെ ഇതിനെ കെട്ടിയിട്ട് കൊടുക്കണം. കെട്ടിയിട്ടെടുത്ത് പിന്നെ നോക്കൂ ഇതേമാതിരി വെന്ത് കിട്ടിയിട്ട് നല്ല പുട്ടായിട്ട് കിട്ടീനത് ഇതേമാതിരി. രണ്ടും വെന്ത് കിട്ടീനത്. ഇങ്ങനെ കള്ളക്കറിയാ ഇറച്ചിക്കറിയാ ബേക്കാൻ്റെ അകത്ത് അങ്ങനെ കഴിക്കുന്നത്. മാഷാ അല്ലാഹ്. പുതിയതായിട്ട് ആരും കാണുന്ന ലൈക്ക് ഷെയർ ആക്കാൻ മറക്കണ്ട. ബായ്. അസ്സലാമു അലൈക്കും.